ഹായ് എവരിവൺ, നിങ്ങളെങ്ങനെ ഡാമ ലൈഫ്സിലേക്ക് എത്തി? 3 രീതിയിലാണ് ഓരോ വ്യക്തികളും ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വളരെ രസകരമാണ്. കമ്പൾസറി സെയിൽ. നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പ്രൊഡക്റ്റുകൾ അവർ ആദ്യം തന്നു. ശേഷം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിക്കൊണ്ട് എന്ത് ചെയ്തു, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. നമുക്കറിയാം, ചില ആളുകൾ നിർബന്ധിച്ചാൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധിക്കേണ്ട ഒരു കൂട്ടം ആളുകളുണ്ട്. മുമ്പ് ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ട് ഒരു വരുമാനവും കിട്ടാതെ നെഗറ്റീവ് അടിച്ച് മാറി നിൽക്കുന്ന ആളുകൾ. അവർ നമ്മൾ നിർബന്ധിച്ചാൽ മാത്രമേ അവർ നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ കടന്നു വന്ന വ്യക്തിയായേക്കാം. രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകളുണ്ട്, ഇമോഷണൽ സെയിൽസ് എന്ന് പറയും. എന്താണ് ഇമോഷണൽ സെയിൽസ്? ഇന്ന വ്യക്തിക്ക് ഇത്ര രൂപ വരുമാനം കിട്ടി, ഇന്ന വ്യക്തി കാർ എടുത്തു, ഇന്ന വ്യക്തിയുടെ കൈകളിൽ ഇത്ര രൂപയുടെ ഗോൾഡ് കിട്ടി, ഇന്ന വ്യക്തി ഈ ബിസിനസ്സിലൂടെ ഇത്ര സമ്പാദിച്ചു. അവരുടെ ചേഞ്ചസ് കണ്ടുകൊണ്ട് എനിക്കും ഇതുപോലെ ആവാം എന്ന് ആഗ്രഹിച്ചു കൊണ്ടുവരുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ. നിങ്ങൾക്കും ഈ ഒരു മേഖലയിൽ അതിവേഗം വളരുവാൻ എന്ത് ചെയ്യും, സാധിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളെ കൊതിപ്പിക്കും. മറ്റുള്ളവർ നേടിയെടുത്തത് എനിക്കും നേടിയെടുക്കണമെന്നുള്ള ഒരു വാശിയിലേക്ക് നിങ്ങളെ ഈ ബിസിനസ് എന്ത് ചെയ്യും, എത്തിക്കും. അതൊരു പക്ഷേ വലിയൊരു മൈലേജ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ തരുന്നതായിരിക്കും. മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് സെയിൽ. ഈ ഒരു കാറ്റഗറിയിലേക്കാണ് ഡയമണ്ട് ഗുരു നിങ്ങളെ ക്ഷണിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് സെയിൽ ചെയ്യുന്ന ആളുകൾ, അവർ തുടർച്ചയായിട്ട് പെട്ടെന്നൊന്നും ചാടിക്കുക ഒരു പ്രൊഡക്റ്റ് എടുക്കുകയോ പെട്ടെന്ന് ആളുകളെ പോയി മീറ്റ് ചെയ്യുകയോ പെട്ടെന്നുള്ള ഒന്നിലേക്കും അവർ പോകത്തില്ല. അവരാദ്യം നിരീക്ഷിച്ചതിന് ശേഷം അവർ കൃത്യമായിട്ട് ഈ മേഖലയിൽ നിന്നും മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കും. അവർ ഈ അവസരത്തിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നവരായിരിക്കും. പലർക്കും ഇവിടെ പരാജയപ്പെടുന്നത് സംശയം ചോദിക്കുന്നവനെ ആട്ടി ഓടിക്കുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട്. ഒരിക്കലും ചെയ്യരുത്. കാരണം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഈ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു ലൈഫ് ലൈനായിട്ട് കാണാൻ എനിക്ക് സാധിച്ചത്. സംശയങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾ പോലും അറിയാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു ഗുരുവായിട്ട് സംശയം ചോദിക്കുന്ന വ്യക്തി നിങ്ങളെ മാറ്റുമെന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് സെയിലിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സപ്പോർട്ട് കൂടുതലായിട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് സ്വയം അവർക്ക് വേണ്ട വളവും മറ്റും അവരെന്നെ വലിച്ചെടുക്കുന്ന ഒരു പടുവൃക്ഷമായിട്ട് അവരെന്ത് ചെയ്യും, മാറും. നിങ്ങൾ ഏത് സെയിലിലൂടെ കടന്നു വന്ന വ്യക്തിയാണോ, ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ സെയിൽസിലൂടെ മറ്റോ കടന്നു വരുന്ന വ്യക്തിയാണോ, പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുത്ത് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുക. ഡയമണ്ട് ലൈഫ്സിൽ പഠിച്ച വരുമാനം നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ വാങ്ങിച്ചെടുക്കുക, വാങ്ങിച്ചു കൊടുക്കുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.